കുന്നംകുളം ചൂണ്ടലിൽ പ്രതിഷ്ഠാദിനത്തിനെത്തിച്ച ആനയിടഞ്ഞു. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് എന്ന കൊമ്പനാണ് എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത്. ആളപായമില്ല. മുണ്ടൂർ വേളേക്കോട് ഓയിൽ കമ്പനിക്ക് മുൻ ജീവനക്കാരൻ തീയിട്ടു. 3.5 കോടി രൂപയുടെ നഷ്ടം. തീയിട്ടത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യത്തിൽ. കൊടുങ്ങല്ലൂർ കോടതി പരിസരത്ത് പൊട്ടിത്തെറി. സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന AC ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കമായി. 3 ദിനരാത്രങ്ങൾ നീണ്ടുനിൽക്കുന്ന കുതിരവേല ബുധനാഴ്ച സമാപിക്കും. വാർത്തകൾ വിശദമായി. കുന്നംകുളം ചൂണ്ടലിൽ പ്രതിഷ്ഠാദിനത്തിനെത്തിച്ച ആനയിടഞ്ഞു. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് എന്ന കൊമ്പനാണ് എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത്. ഇടഞ്ഞ ആനയെ 4 മണിക്കൂറിന് ശേഷമാണ് തളയ്ക്കാനായത്. ചൂണ്ടൽ പുളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന് എത്തിച്ച കൊമ്പനാണ് ഇടഞ്ഞത്. ആനയിടഞ്ഞതോടെ പ്രതിഷ്ഠാദിനത്തിന് എത്തിയവർ ചിതറിയോടി. എലിഫന്റ് സ്ക്വാഡും മറ്റ് പാപ്പാന്മാരും ചേർന്നാണ് ആനയെ തളച്ചത്. തളച്ച ആനയെ പിന്നീട് ക്ഷേത്ര പരിസരത്തു നിന്നും കൊണ്ടുപോയി. മുണ്ടൂർ വേളേക്കോട് ഓയിൽ കമ്പനിക്ക് മുൻ ജീവനക്കാരൻ തീയിട്ടു. മുണ്ടൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഗൾഫ് പെട്രോ പ്രോഡക്ട്സ് കമ്പനി ഗോഡൌണിനാണ് തീയിട്ടത്. അഗ്നിബാധയിൽ ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. 3.5 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അഗ്നിരക്ഷാസേനയുടെ തൃശൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്ന് 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വടക്കാഞ്ചേരി സ്റ്റേഷനിലാണ് നമുക്ക് ആദ്യം മെസ്സേജ് കിട്ടുന്നത്. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് കത്തുന്ന ഒരു രീതിയിലോട്ടായിരുന്നു ഇതിൻ്റെ രീതി. കാരണം കത്തിച്ച ആൾ ഇവിടുത്തെ ഒരു ഡ്രൈവറാണ് കത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ അന്നേരം തന്നെ മെസ്സേജ് ഇവിടെ വരുമ്പോൾ തന്നെ മൊത്തം നല്ല രീതിയിൽ 4 സൈഡും കത്തുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ നമ്മൾ തൃശ്ശൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, പിന്നെ ഫോം ഇത് പെട്രോ കെമിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഫോമിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വേണ്ടതുകൊണ്ട് നമ്മൾ ചാലക്കുടിയിൽ ഒരു ഫോം ടെൻഡറുകൾ ഉൾപ്പെടുത്തി 12 ലിറ്ററിൻ്റെ ബൗസർ ഇതെല്ലാം ഉൾപ്പെടെ നമ്മൾ ഏതാണ്ട് 3:45-4 മണിക്ക് മുമ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വർക്ക്. നഷ്ടങ്ങളൊന്നും കണക്കാക്കിയിട്ടില്ല. ബാക്കിയുള്ള തൽക്കാലം തീ അണച്ച് ബാക്കിയുള്ള സംവിധാനങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പുലർച്ചെ 3:30യോടെയുണ്ടായ തീപിടുത്തം രാവിലെ 8:30യോടെയാണ് നിയന്ത്രണ വിധേയമാക്കാനായത്. കമ്പനിയിലെ മുൻ ഡ്രൈവറായ എളവള്ളി സ്വദേശി ടിറ്റോ തോമസാണ് തീയിട്ടത്. തീയിട്ട ശേഷം കമ്പനി ഉടമ പൂത്തോൾ സ്വദേശി സ്റ്റീഫനെ ഫോണിൽ ഭീഷണി സന്ദേശം അയച്ച ശേഷം ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇയാൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയാണ് ചെയ്തത്. സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ടതിലുള്ള വൈരാഗ്യത്തിലാണ് തീ കൊളുത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ ഉഗ്രശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറി ഉണ്ടായത് ആശങ്കയ്ക്കിടയാക്കി. വടക്കേനടയിൽ കോടതി പരിസരത്തായിരുന്നു സംഭവം. കോടതി വളപ്പിന് പുറത്തു നിർത്തിയിരുന്ന സ്കൂട്ടറിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന എയർ കണ്ടീഷണറിൽ നിറയ്ക്കുന്ന ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. AC ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് എന്ന് വ്യക്തമായതോടെയാണ് ആശങ്കയ്ക്ക് വിരാമമായത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കമായി. വേലൂർ ദേശക്കുതിരയുടെ തല കൊളുത്തിയതോടെയാണ് 3 ദിനരാത്രങ്ങൾ നീണ്ടുനിൽക്കുന്ന കുതിരവേലയ്ക്ക് ആരംഭമായത്. വേലൂർ വടക്കുമുറി കുതിരപ്പറമ്പിൽ നിന്നും വേലൂർ ദേശക്കുതിര എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വാരിയത്ത് പറമ്പിൽ ചെറങ്ങാടൻ അനിലിന്റെ കാളവേല ദേശക്കുതിരയെ അനുഗമിച്ചു. മേളം, ശിങ്കാരിമേളം, തെയ്യക്കാഴ്ചകൾ എന്നിവ അകമ്പടിയായി. സന്ധ്യയ്ക്ക് വേലൂർ ദേശക്കുതിര കാവുകയറി. വേലൂർ ദേശം കുട്ടിക്കുതിര, വേലൂർ വിങ്ങലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം അമ്പലവട്ടം ദേശക്കുതിര എന്നിവയും അശ്വതി വേലയിൽ ക്ഷേത്രത്തിലെത്തി. ഭരണിവേലയിൽ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ ദേശക്കുതിരകളും വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തി നഗർ തുടങ്ങിയ കുതിരകളും കാവിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. കാർത്തികവേലയിൽ രാവിലെ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും.
വാഹനമില്ലാത്തതിനാൽ അന്തിക്കാട് എക്സൈസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലച്ചു. സമീപത്തെ മറ്റ് 2 റേഞ്ചുകളിലും പ്രതികളെ പിടികൂടാൻ പോകാൻ വാഹനമില്ല. തൊണ്ടി മുതൽ സ്റ്റേഷനിലെത്തിക്കുന്നത് ഓട്ടോയിലും ടാക്സി കാറിലും. വകുപ്പ് തലത്തിലെ നിരുത്തരവാദപരമായ സമീപനം മൂലമാണ് മാസങ്ങളായി എക്സൈസിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്നാണ് ആക്ഷേപം. തൃശൂർ ജില്ലയുടെ വലിയൊരു ഭാഗം അധികാരപരിധിയുള്ള അന്തിക്കാട്, ചേർപ്പ്, കോലഴി റേഞ്ചുകളിലെ എക്സൈസ് ഓഫീസുകളിൽ വാഹനമില്ലാതായിട്ട് 2 മാസത്തിലധികമായി. നിലവിൽ ഉപയോഗിക്കുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് 2 മാസം മുമ്പ് അവസാനിച്ചതോടെയാണ് പ്രശ്നം ഗുരുതരമായത്. ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് നൽകിയ 2 സ്കൂട്ടറുകളിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പുറപ്പെടുന്നത്. പ്രതികളെ പിടികൂടാൻ കൂടുതൽ ഉദ്യോഗസ്ഥർ വേണമെന്നിരിക്കെ വാടകയ്ക്ക് വാഹനം വിളിച്ചു വരുത്തി വേണം റെയ്ഡിന് പുറപ്പെടാൻ. എല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ ആടുകിടന്നിടത്ത് പൂട പോലുമില്ല എന്ന അവസ്ഥ. സ്കൂട്ടറിൽ പോയവർ ഏതെങ്കിലും ലഹരി വസ്തുക്കളോ പ്രതികളെയോ പിടികൂടിയാലും പുറമേ നിന്ന് ഓട്ടോയും കാറും പിടിച്ചാണ് തൊണ്ടി മുതലും പ്രതികളും സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. വാഹന വാടക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നതുവരെ ഉദ്യോഗസ്ഥർ സ്വന്തം കയ്യിൽ നിന്നും വഹിക്കണം. ഉപയോഗശൂന്യമായ 3 വാഹനങ്ങളാണ് അന്തിക്കാട് എക്സൈസ് ഓഫീസ് പരിസരത്ത് തുരുമ്പെടുത്ത് കിടക്കുന്നത്. നിലവിലെ 2 മാസമായിട്ട് ഇവിടെ ജീപ്പില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. നമുക്കൊരു പ്രതിയെ പിടിച്ചാൽ അത് വാടകയ്ക്ക് വണ്ടി വിളിച്ച് വരേണ്ട രീതിയാണ്. അതുപോലെ തന്നെ ആ തൊണ്ടി മുതലൊക്കെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവരേണ്ട രീതിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. പ്രദേശത്തെ മുഴുവൻ ലഹരിയുടെ ഉപയോഗം പ്രസരമായിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാൻ എക്സൈസിനും പോലീസിനും വേണ്ടത്ര സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മാർച്ച് മാസത്തിൽ കോലഴിയിലും ചേർപ്പിലും പുതിയ വാഹനമെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. പുതിയ വാഹനം ലഭിക്കുമ്പോൾ മറ്റ് എക്സൈസ് ഓഫീസുകളിൽ നിന്ന് നടതള്ളുന്ന വാഹനമാണ് അന്തിക്കാട്ടേക്ക് ലഭിക്കുക എന്ന് പറയുന്നു. അന്തിക്കാട് എക്സൈസ് ഓഫീസിൽ ഡ്രൈവർ തസ്തികയില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിനാലാണ് പഴയ വാഹനം മാത്രം ഇവിടേക്ക് ലഭിക്കുന്നത്. അംഗബലമില്ലാത്തതിനാൽ അന്തിക്കാട് പോലീസിനും ലഹരി സംഘങ്ങളെ പിടിക്കുക എന്നത് പ്രതിസന്ധിയാണ്. കോൾ മേഖലയിലും ഉൾപ്രദേശങ്ങളിലും വിദ്യാർത്ഥികളടക്കമുള്ളവർ സംഘം ചേർന്ന് ലഹരി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ചേരിതിരിഞ്ഞുള്ള ഗുണ്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടത്ത് കേസുകളും നിയന്ത്രണാതീതമാണെങ്കിലും വാഹനങ്ങളില്ലാത്തതിനാൽ എക്സൈസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. പട്രോളിങ്ങും പരിശോധനകളുമില്ലാതെ ബോധവൽക്കരണ പരിപാടികൾ മാത്രമാണ് എക്സൈസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്ന് ആരോപണമുണ്ട്. TC വിനോസ്, അന്തിക്കാട്. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പാചരണത്തിന് തുടക്കമായി. നോമ്പാചരണത്തിന് തുടക്കം കുറിച്ച് വിഭൂതി തിരുനാൾ ആചരിച്ചു. യേശുവിന്റെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള വലിയ നോമ്പാചരണം ഈസ്റ്റർ വരെ തുടരും. വിഭൂതി തിരുനാളിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിഞ്ഞാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏപ്രിൽ 20 ഈസ്റ്റർ ആഘോഷത്തോടെ വലിയ നോമ്പാചരണത്തിന് സമാപനമാകും. വലിയ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ച് പാലിയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ വ്രതാരംഭ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തളിയക്കുള കപ്പേളയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിഭൂതി തിരുനാളിന്റെ ഭാഗമായി വിശ്വാസികളുടെ നെറ്റിയിൽ ആർച്ച് ബിഷപ്പ് ചാരം പൂശി. തുടർന്ന് പരിത്യാഗത്തിന്റെ ഭാഗമായി ചാരവസ്ത്രം ധരിച്ചവരും വിശ്വാസികളും പള്ളിയിലേക്ക് പ്രദക്ഷിണമായി എത്തി. കുരിശടിയിലെ കൽവിളക്കിൽ തിരിതെളിയിച്ചു. ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ, ഫാദർ അഗസ്റ്റിൻ TOR, ഫാദർ അജിത്ത് കൊള്ളന്നൂർ, ഫാദർ ഹാഡ്ലി നീലങ്കാവിൽ, ഫാദർ മാനുവൽ TOR, ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി, ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൺവീനർ ജോയ് തോമസ് വാഗയിൽ, കൈക്കാരന്മാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, ഹൈസൻ PA, സേവ്യർ വാഗയിൽ, സെക്രട്ടറി ബിനു താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടന്ന വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സൈജോ തൈക്കാട്ടിൽ, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നു.
പൊങ്ങണംകാട് സെയിന്റ് മേരീസ് ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാറ്റുകര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കേരളത്തിൽ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 4,44,693 വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഒന്നാം വർഷം 26,831 വിദ്യാർത്ഥികളും രണ്ടാം വർഷം 26,371 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ 26-ന് അവസാനിക്കും. മാന്നാമംഗലം കൊളാങ്കുണ്ട് കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കൊളാങ്കുണ്ട് സ്വദേശി വെളുത്തുങ്ങത്ത് നന്ദകുമാറിന്റെ 100ഓളം നേന്ത്രവാഴകളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. ഏതാനും ദിവസം മുൻപ് കാട്ടുപന്നി ഇറങ്ങി വാഴകൾ നശിപ്പിച്ചിരുന്നു. ഓട്ടോ ഡ്രൈവറായ നന്ദകുമാർ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ കൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. കുപ്രസിദ്ധ ഗുണ്ടയായ ലോകമല്ലേശ്വരം സ്വദേശി ശരത്ലാൽ, കരുവന്നൂർ സ്വദേശി സുധിൻ എന്നിവരെ കാപ്പ ചുമത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 1 വർഷത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. ശരത്ലാലിന്റെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, അടിപിടി കേസ്, കൊലപാതക കേസ്, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വ്യാജ കറൻസി കൈവശം വെച്ച കേസടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സുധിനെ 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഇരിഞ്ഞാലക്കുട, പൊറത്തുശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ ഉത്തരവ് ലംഘിച്ചതിനാലാണ് അറസ്റ്റ് ചെയ്തത്. മുപ്ലിയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മുപ്ലിയം പാറക്കുളം സ്വദേശികളായ അപ്പാട്ട് വീട്ടിൽ സുരജിത്ത്, എരുമക്കാടൻ വീട്ടിൽ രാജു എന്ന് വിളിക്കുന്ന രാജേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുപ്ലിയം സ്വദേശി ആന്റണിയുടെ വീട്ടിലേക്ക് പ്രതികൾ അതിക്രമിച്ചു കയറിയത് ചോദ്യം ചെയ്തതിന് ആന്റണിയുടെ ബന്ധുക്കളായ അയ്യാക്കാരൻ വീട്ടിൽ സേവ്യർ, മകൻ അരുൺ എന്നിവരെ ഇരുവരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി SHO KN മനോജ്, സബ് ഇൻസ്പെക്ടർ അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാപ്രാണം നന്ദിക്കര റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കോന്തിപുലം പാടശേഖരം എത്തുന്നതിന് മുൻപുള്ള റോഡിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിന് ചുറ്റും കോൺക്രീറ്റ് ഭിത്തി കെട്ടി സംരക്ഷണമൊരുക്കിയത് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നുവെന്ന് പരാതി. റോഡിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിന് ഇരുവശത്തുകൂടെയാണ് കാലങ്ങളായി വാഹനങ്ങൾ കടന്നുപോകുന്നത്. കോന്തിപുലം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മാപ്രാണം പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്ന കുന്നുമക്കര റോഡിലേക്ക് തിരിയുന്നതിന് വലിയ പ്രയാസമാണ് അനുഭവപ്പെടുന്നത്. വശങ്ങളിൽ കാനകൾ കൂടി വന്നതോടെ ഇവിടെ വീതി കുറയുകയും കാനകൾ സ്ലാബിടാത്തത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാനകൾക്കുള്ളിൽ 2 വൈദ്യുതി പോസ്റ്റുകൾ നിലനിർത്തിയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇത് കാനയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ ഇടയാക്കുമെന്നും അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നും കാനയിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാപ്രാണം നന്ദിക്കര റോഡ് 15 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നവീകരണം നടത്തുന്നത്. സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നീളത്തിൽ ഒരു ബോട്ടോ വഞ്ചിയോ എന്നറിയില്ല ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങേറ്റം ബുദ്ധിമുട്ടാണ് ഇത് നീളം കൂടിയ കാരണം. അതുകൊണ്ട് ഇവിടെ പല അപകടങ്ങളും ഉണ്ടാവും. അതിനുശേഷം ഇത് വെട്ടി മുറിച്ച് മാറ്റിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ നീളം കുറയ്ക്കണം. അതിന് നാട്ടുകാർ മൊത്തം അതിന് പരാതിയാണ്. നാട്ടുകാർക്ക് മൊത്തം ആക്ഷേപമുണ്ട്. ചാലക്കുടിയിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലെത്തി ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെല്ലായി പന്തല്ലൂർ പാണപ്പറമ്പിൽ സലീഷിനെയാണ് ചാലക്കുടി SHO MK സജീവ് അറസ്റ്റ് ചെയ്തത്. കാടുകുറ്റി സ്വദേശിയും ഇയാളുടെ ഭാര്യയുമായ യുവതിയെ സംശയം മൂലമുള്ള വിരോധത്താൽ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഇയാളെ വൈകിട്ടാണ് പോലീസ് പിടികൂടിയത്. വെറ്റിലപ്പാറയിലെ ഷാജി പാപ്പന്റെ തട്ടുകട കേന്ദ്രീകരിച്ച് വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനം. വെട്ടിക്കുഴി വടക്കേത്തല സുമേഷ് ഷീജ ദമ്പതികളുടെ മകൾ സേതുലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കാനാണ് ഷാജി പാപ്പനും നാട്ടുകാരും ഒരിക്കൽ കൂടി ബക്കറ്റുകളുമായി നിരത്തിലിറങ്ങിയത്. ഷാജി പാപ്പന്റെ തട്ടുകടയിൽ ഒരു ദിവസത്തെ വരുമാനവും ചികിത്സാ സഹായത്തിന് നൽകും. 22-കാരിയും MBA വിദ്യാർത്ഥിനിയുമായ സേതുലക്ഷ്മിക്ക്
മെനഞ്ചൈറ്റിസ് എന്ന രോഗമാണ്. രാജഗിരി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സേതുലക്ഷ്മിക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സയ്ക്ക് ആവശ്യം 10 ലക്ഷം രൂപയാണ്. പണത്തിന് പരസഹായം തേടുകയല്ലാതെ മറ്റു മാർഗമില്ല. പച്ചക്കറിക്കടയിലെ ജോലിക്കാരനായ സുമേഷിന് 3 പെൺമക്കളാണ്. ഇവരുടെ ദുരിതം മനസ്സിലാക്കിയാണ് ഷാജി പാപ്പനും സംഘവും 13ാമത്തെ ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്തത്. കടയിലെയും നിരത്തിലെയും പണശേഖരണത്തിന് പുറമെ വെറ്റിലപ്പാറയിലെ കൂട്ടായ്മ സുമനസ്സുകളെ കണ്ടെത്തിയും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ SBI കുറ്റിച്ചിറ ബ്രാഞ്ചിലെ 3320636347 എന്ന അക്കൗണ്ട് നമ്പറിൽ അയക്കാവുന്നതാണ്. അദ്വൈതത്തെ സാമാന്യവൽക്കരിച്ച മഹാകവിയാണ് പൂന്താനമെന്ന് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞു. പൂന്താനം ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ദേവസ്വം സംഘടിപ്പിച്ച സാഹിത്യ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാവ്യഭാഷ സൃഷ്ടിക്കാൻ പൂന്താനത്തിന് സാധിച്ചുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഡോക്ടർ പി മുരളി, ഡോക്ടർ സുപ്രിയ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ദേവസ്വം വേദസംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി മോഡറേറ്ററായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗം സി മനോജ് എന്നിവർ സംസാരിച്ചു. കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രമാണ് പൂന്താനം ദിനമായി ആഘോഷിക്കുന്നത്. ദിനാഘോഷത്തിന്റെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പൂന്താനം കൃതികളുടെ സമ്പൂർണ്ണ പാരായണവും ഉണ്ടായിരുന്നു. ഡോക്ടർ വി അച്യുതൻകുട്ടി ആചാര്യനായി. കാവ്യാർച്ചന കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നീതി നിഷേധത്തിനെതിരായ ജനമുന്നേറ്റമായി പുഴ സംരക്ഷണ യാത്ര നടത്തി. പെരിങ്ങാട് പുഴ സംരക്ഷിത വനമാക്കാനുള്ള കരട് വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പുഴ സംരക്ഷണ യാത്ര നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ASM അസ്കർ അലി തങ്ങൾ പുഴ സംരക്ഷണ യാത്ര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി പതാക കൈമാറി. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് BK സമീർ തങ്ങൾ, ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമാൻ എന്നിവർ പുഴ സംരക്ഷണ യാത്രയ്ക്ക് നേതൃത്വം നൽകി. വെൺമേനാട് കൈതമുക്കിൽ നിന്നും ആരംഭിച്ച പുഴ സംരക്ഷണ യാത്ര പാടൂർ ഇടിയഞ്ചിറയിൽ സമാപിച്ചു. പാടൂർ ഇടിയൻചിറ റെഗുലേറ്റർ നവീകരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി പ്രതിഷേധ ധർണ നടത്തി. സമിതി ചെയർമാൻ അബു കാട്ടിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ഷൈജു തിരുനെല്ലൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ്, BJP സംസ്ഥാന കൌൺസിൽ അംഗം മോഹനൻ കളപ്പുരയ്ക്കൽ, ജോഷി കൊമ്പൻ, അബ്ദുൽ അസീസ്, തിലകൻ തിരുനെല്ലൂർ, AJ ജോഷി, NE ഷൌക്കത്ത്, NT അലി, നൌഷാദ് തിരുനെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ആ സംരക്ഷണ ഭിത്തിയുടെ മുകളിലൂടെ വെള്ളം കടക്കുകയും ആ ബണ്ട് പൊട്ടുകയുണ്ടായി. തൃപ്രയാർ P. ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച P. ജയചന്ദ്രൻ 81ാമത് ജന്മദിനം അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ ആഘോഷിച്ചു. ചലച്ചിത്ര ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം, ഷാജി സാന്ത്വനം, സന്തോഷ് കോലോത്ത്, ജനറൽ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കവിതകൾ എഴുതി നമുക്കൊക്കെ കമലിൻ്റെ സിനിമയിലൂടെ ഒരു പാട്ടുകാരൻ നമ്മുടെ സ്വന്തം ഏങ്ങണ്ടിയൂർ. ഹാപ്പി ബർത്ത്ഡേ അടിപൊളി. ഇനി നമുക്ക് ടീച്ചർ അന്ധവിദ്യാലയത്തിൽ പോയിട്ട് അവരുമായി ഞാൻ പോയി. നിങ്ങളെ പോലുള്ള കുട്ടികൾ താമസിക്കുന്ന ബധിര മൂക വിദ്യാലയത്തിൽ പോയി അവരുമായിട്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കിഴങ്ങുവിള കിറ്റുകൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ AV വിജിത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, മെമ്പർമാരായ MK ജോസ്, MC ഐജു, NP അജയൻ, സ്വപ്ന പ്രദീപ്, KB ബബിത തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ ശ്രീ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ കുംഭവേലയോടനുബന്ധിച്ച് കോലഴി ദേശത്തിന്റെ അശ്വതി വേല ആഘോഷിച്ചു. കോലഴി പൂവണി ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പിനെ പല്ലാവൂർ ശ്രീധരൻ മാരാർ, കോട്ടയ്ക്കൽ രവി എന്നിവർ നയിച്ച പഞ്ചവാദ്യം അകമ്പടിയായി. തുടർന്ന് വടകുറുമ്പക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്ന മേളത്തിന് കേളത്ത് സുന്ദരൻ മാരാർ പ്രാമാണികത്വം വഹിച്ചു.
7 ആനകൾ അണിനിരന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ കുട്ടൻകുളങ്ങര അർജുൻ തിടമ്പേറ്റി. ചൊവ്വാഴ്ച മുളകുന്നത്തുകാവ് ദേശത്തിന്റെ ഭരണിവേലയും തിരൂർ ദേശത്തിന്റെ ഭരണി ഊട്ടും നടക്കും. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ PG ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിച്ച ദ്വിദിന അന്തർദേശീയ കോൺഫറൻസിന് തുടക്കമായി. റൈറ്റിംഗ് ബിയോണ്ട് പൊളാരിറ്റീസ് ആസ് ബ്രിഡ്ജസ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള കോൺഫറൻസ് ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ J സനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ സാമ്പത്തിക സഹായത്തോടെ വേമ്പനാട്ട് കോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് നടപ്പാക്കുന്ന മന്ദാരപ്പള്ളി നീർത്തട പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങി. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ KS സൂരജ്, റിജു മാവേലി, ചാലക്കുടി മണ്ണ് സംരക്ഷണ ഓഫീസർ PA ജയ, KK ചന്ദ്രൻ, PV രാധാകൃഷ്ണൻ, KK അനീഷ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ, കോടശ്ശേരി, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലായി 6036 ഹെക്ടറോളം വരുന്ന പ്രദേശത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. തിരുവല്വാമലയിൽ ഭാരത് റൈസ് വിതരണം നടന്നു. NCCF ആണ് പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ അരി ഭാരത് റൈസ് വിതരണം ചെയ്തത്. 10 കിലോ ബാഗുകളിലായി പുഴുക്കലരിയും പച്ചരിയുമാണ് വിപണനത്തിന് എത്തുന്നത്. തിരുവല്വാമല പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന ഭാരത് റൈസ് വിതരണോദ്ഘാടനം BJP ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ നിർവഹിച്ചു. BJP തിരുവല്വാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷത വഹിച്ചു. BJP ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഉമേഷ്, തിരുവല്വാമല പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മനക്കുടി സൗത്ത് 9-ാം വാർഡിൽ വീടിന് മുകളിലേക്ക് മാവ് കടപുഴകി വീണു. ആർക്കും പരിക്കില്ല. കാട്ടുകൊല്യൻ ശിവരാമന്റെ വീടിന് മുകളിലേക്കാണ് മാവ് കടപുഴകി വീണത്. ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ സംഭവിക്കുകയും മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ടാങ്ക് തകരുകയും ചെയ്തു. അരിമൂർ പഞ്ചായത്ത് അംഗം K രാഗേഷ് സ്ഥലം സന്ദർശിച്ചു. എളവള്ളി ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ പൂരം എഴുന്നള്ളിപ്പ് ആവേശമായി. മേൽശാന്തി കിള്ളിമംഗലം മനോജ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പിൽ 6 ഗജവീരന്മാർ അണിനിരന്നു. പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രന്മാരാരും സംഘവും, മേളത്തിന് കലാമണ്ഡലം രതീഷ്, കലാമണ്ഡലം മുകേഷ്, കലാനിലയം സനീഷ് എന്നിവരും നേതൃത്വം നൽകി. പുത്തൻപീടിക തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേല ആഘോഷിച്ചു. പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പ് നടന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7945 രൂപ, പവന് 63560 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3326 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം ചൂണ്ടലിൽ പ്രതിഷ്ഠാദിനത്തിനെത്തിച്ച ആനയടഞ്ഞു. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് എന്ന കൊമ്പനാണ് എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത്. ആളപായമില്ല. മുണ്ടൂർ വേളക്കോട് ഓയിൽ കമ്പനിക്ക് മുൻ ജീവനക്കാരൻ തീയിട്ടു. 3.5 കോടി രൂപയുടെ നഷ്ടം. തീയിട്ടത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ.
കൊടുങ്ങല്ലൂർ കോടതി പരിസരത്ത് പൊട്ടിത്തെറി. സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന AC ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കമായി. 3 ദിനരാത്രങ്ങൾ നീണ്ടുനിൽക്കുന്ന കുതിരവേല ബുധനാഴ്ച സമാപിക്കും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.